പുരുഷനാണേലും പ്രമാണിയാണേലും കർമ്മധർമ്മങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വീണ്ടും ചിന്തിക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏക മനുഷ്യനാൽ അഥവാ ആദാം മുഖാന്തരം പാപം സകല മനുഷ്യരിലും പരക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 2:15 തൊട്ട് 17 വരെയുള്ള ഭാഗത്ത് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ ഉണ്ടായതായ ആ അനുഭവം അവിടെ വ്യക്തമാണല്ലോ. ഈ മരണം ശാരീരികവും ആത്മീകവും ആണ് എന്ന് വളരെ വ്യക്തമാണ്. അഥവാ ചില പാരമ്പര്യ രോഗങ്ങൾ അടുത്ത തലമുറകളിലേക്ക് പകരപ്പെടുന്നത് പോലെ നമുക്കറിയാം. അടുത്ത കാലത്തുണ്ടായ ആ കൊറോണ മുഖാന്തിരം ആ അണു ലോകത്തെ മുഴുവനും കീഴടക്കി എല്ലാവരിലേക്കും ആ ബാധ പരത്തുവാനായിട്ട് ഇടയായതുപോലെ പാപത്തിന് സർവ ലൗകിക പരിണത ഫലമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദാമിൽ നിന്ന് എല്ലാവർക്കും അവന്റെ വ്യക്തിത്വം ലഭിച്ചു. ഭൂതലത്തില് എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി എന്നാണ് അപ്പസ്തോല പ്രവൃത്തികൾ 17:26 നമുക്ക് കാണുവാൻ കഴിയുന്നതും. ആദാം പാപം ചെയ്തപ്പോൾ സർവ വംശവും തന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ മനുഷ്യവർഗത്തിന്റെ ആത്മീയവും ധാർമ്മികവും ശാരീരികവുമായ ഉറവയും മുഴുവൻ പ്രതിനിധിയും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. താനൊരു വ്യക്തിയല്ല, ഒരു മുഴു വർഗമായാണ് പ്രവർത്തിച്ചത്. തനിക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് താൻ പാപം ചെയ്തത്. എന്നാൽ ദൈവം താനുമായി ഉടമ്പടി ചെയ്തപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഉടമ്പടി ചെയ്തത് എന്നതും വളരെ വ്യക്തമായ കാര്യമാണ്. അങ്ങനെ താൻ അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലും ലംഘിച്ചാൽ ലഭിക്കുന്ന ശാപങ്ങളിലും തൻ്റെ സന്തതികളും പങ്കാളികളായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ആദാം മുതൽ മോശ വരെ ലിഖിത ന്യായപ്രമാണം ഇല്ലായിരുന്നു എന്നതാണ് സത്യമായ കാര്യം. ദൈവം ലിഖിത ന്യായപ്രമാണം മോശയ്ക്ക് നൽകിയത് യഹൂദ ജനതയ്ക്ക് നൽകുന്നതിനായിട്ടായിരുന്നു എന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന് ഏതാണ്ട് 400 വർഷങ്ങൾക്ക് ശേഷമാണ് മോശ ജനിക്കുന്നത്. മോശയുടെ കാലത്തിന് മുൻപ് യഹൂദനും വിജാതീയനും എഴുതപ്പെട്ട നിയമമില്ലായിരുന്നു. മോശയുടെ കാലത്തിന് മുൻപ് ന്യായപ്രമാണം ഇല്ലായിരുന്നത് കൊണ്ട് ന്യായപ്രമാണത്തിന്റെ അനുസരണക്കേടും ഇല്ലായിരുന്നു എന്നത് റോമാലേഖനം 4:15 പുതിയ നിയമത്തിലും അത് വ്യക്തമായി എടുത്തു പറയുന്നതായും നമുക്ക് കാണാവുന്നതാണ്. ന്യായപ്രമാണത്തിന് അനുസരണക്കേട് കാണിച്ചതിന് ശിക്ഷാവിധിയും ഇല്ലായിരുന്നു. ദൈവ കൽപ്പനകളെ ലംഘിക്കുന്നതാണ് പാപം എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം അത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. അഥവാ ഏതേനിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത് എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രമാണം. അതവർ ലംഘിച്ചു. അപ്പോൾ പാപം സകലരിലും വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് മനസാക്ഷി യുഗം ദൈവം കൊടുത്തിട്ടുണ്ട്. അതെക്കാലത്തുമുണ്ട്. മനസാക്ഷി അനുസരിച്ച് മനുഷ്യൻ പാപം ചെയ്യുവാനായിട്ട് പാടില്ല. തെറ്റും ശരിയും അവനെ ബോധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ
അതിനൊക്കെ ശേഷമാണല്ലോ ന്യായപ്രമാണം കൊടുത്തു. ഇപ്പോൾ നമ്മൾ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഈ കൃപായുഗത്തിൽ, അഥവാ നമുക്ക് ദൈവം എല്ലാ നിയമങ്ങളും തന്നിട്ടുണ്ട്. രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. ഇവിടെ വളരെ വ്യക്തമായി കണ്ടു, ഏക മനുഷ്യനാൽ പാപം എല്ലാവരിലും അത് വ്യാപരിച്ചെങ്കിൽ ഏകന്റെ അനുസരണത്താൽ, അഥവാ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യേണ്ടതിന് തന്റെ ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതിലൂടെ, അങ്ങനെ ഏകനിലൂടെ പാപം, അഥവാ ആദാമിലൂടെ പാപം സകലരിലും വാഴ്ച നടത്തിയെങ്കിൽ ക്രിസ്തുവാകുന്ന ഏകനിലൂടെ സകലർക്കുമുള്ള രക്ഷ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ ചിത്രീകരിക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കാതെ വണ്ണം യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുവാനുള്ള സുദിനമാണ് ഈ കൃപായുഗത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പുതുതാ ജനിച്ചിടേണം. പുതുതായി ജനിച്ചിടേണം സഖേ, പുതുതായി ജനിച്ചിടേണം. പുതുതായി ജനിച്ചിടേണം സഖേ, പുതുതായി ജനിച്ചിടേണം. ജീവവചനത്തിനാലും ആത്മാവിൻ ശക്തിയതാലും, ജീവവചനത്തിനാലും ആത്മാവിൻ ശക്തിയതാലും പുതുതായി ജനിച്ചിടേണം. ദൈവരാജ്യത്തിലംഗമാകാം. പുതുതായി ജനിച്ചിടേണം സഖേ, പുതുതായി ജനിച്ചിടേണം. പുതുതായി ജനിച്ചിടേണം സഖേ, പുതുതായി ജനിച്ചിടേണം.